വീണ്ടും വാർത്തകളിലേക്ക്. വിവരാവകാശ കമ്മീഷണറുടെ നിയമനത്തിന് സർക്കാർ നൽകിയ പട്ടിക തിരിച്ചയച്ച് ഗവർണർ. പരാതികളുടെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്നാണ് വിശദീകരണം. 3 അംഗ പട്ടികയാണ് സർക്കാർ ഗവർണർക്ക് നൽകിയിരുന്നത്. വിവരങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നു. സൂര്യ, എന്തൊക്കെ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ ഗവർണർ ഈ നടപടിയിലേക്ക് നീങ്ങിയിരിക്കുന്നത്? ലിബീഷ്, വിവരാവകാശ കമ്മീഷണർ ആവാനുള്ള പട്ടികയുള്ളവർക്കെതിരെ സാമ്പത്തിക ക്രമക്കേട് അടക്കം പരാതികൾ ലഭിച്ചിരുന്നതാണ്. ഇതിന്റെ നിജസ്ഥിതി അറിയാനായിട്ട് ഗവർണർ വിജിലൻസ് ക്ലിയറൻസും നിർദ്ദേശിച്ചിരുന്നു. പരാതികളിൽ ചിലത് ശരിയാണെന്ന് കണ്ടെത്തിയ സാഹചര്യത്തിലാണ് സർക്കാരിന്റെ വിശദീകരണം തേടി പട്ടിക ഗവർണർ ഇപ്പോൾ തിരിച്ചയച്ചിരിക്കുന്നത്. ഈ 3 അംഗങ്ങളുള്ള പട്ടികയായിരുന്നു ഗവർണർക്ക് നൽകിയിരുന്നത്. ഡോക്ടർ സോണിച്ചൻ ടി ജോസഫ്, അതുപോലെ എം ശ്രീകുമാർ, ടി കെ രാമകൃഷ്ണൻ എന്നിവരാണ് വിവരാവകാശ കമ്മീഷണർ ആവാനുള്ള പട്ടികയിൽ ഉണ്ടായിരുന്നത്. ഇതിൽ ഒരാൾ മാധ്യമ പ്രവർത്തകനും 2 പേർ അധ്യാപകരുമാണ്. ഇവരുടെ പേര് സഹിതം നൽകിയ പട്ടികയാണ് ഇപ്പോൾ ഗവർണർ തിരിച്ചയച്ചിരിക്കുന്നത്. സർക്കാരിന്റെ വിശദീകരണം തേടിയാണ് പട്ടിക ഗവർണർ തിരിച്ചയച്ചിരിക്കുന്നത്. ലിബീഷ്. ശരി സൂര്യ, വിവരാവകാശ കമ്മീഷണർ നിയമനത്തിനുള്ള സർക്കാരിന്റെ പട്ടിക ഗവർണർ തിരിച്ചയച്ചിരിക്കുന്നു. പരാതികളുടെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്നാണ് രാജ്ഭവൻ വൃത്തങ്ങൾ നൽകുന്ന വിശദീകരണം. വിവരങ്ങളാണ് സൂര്യഗായത്രി നൽകിയത്.